കഴിഞ്ഞ കൊറോണ കാലത്ത് ഞങ്ങൾ പണം പിരിച്ച് 12 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. അന്ന് ഈ തെരുവിൽ സാലറി ചലഞ്ചിനെ പുച്ഛിച്ച് പ്രസംഗിച്ചവരും ആ ഓർഡർ കത്തിച്ചവരുമാണ് നിങ്ങൾ. അതാ നിങ്ങളുടെ പാരമ്പര്യം. ഈ സഹായങ്ങളെല്ലാം ഒരവകാശമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇടപെട്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങളതെല്ലാം ഔദാര്യമാക്കി കൊടുക്കാൻ നിങ്ങളുടേതായ രീതിയിൽ പണം കണ്ടെത്തുക. അങ്ങനെ പണം കണ്ടെത്തുക. നിങ്ങൾ അങ്ങനെ കണ്ടെത്തി നിങ്ങൾ പല യൂട്യൂബർമാരിലൂടെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാൻ ബോധപൂർവമായി പരിശ്രമിച്ചതാണ്. അങ്ങനെയല്ലേ? ഈ സമൂഹത്തിലാകെ നിങ്ങൾ നുണയാ പ്രചരിപ്പിച്ചത്. പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ പറയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം. നിങ്ങളുടെ പ്രവർത്തകരാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ പ്രവർത്തകർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് ചില മാധ്യമ പ്രവർത്തകരും കൂട്ടുനിൽക്കുക. അങ്ങനെ വരുമ്പോ ഈ കേരളത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇനിയൊരു അപകടമുണ്ടായാൽ ആ അപകടമുണ്ടാകുമ്പോഴെല്ലാം ഈ നാടിനെ സഹായിക്കാനുള്ള പണം എവിടുന്ന് കിട്ടും? ആ പണത്തിന്റെ കേന്ദ്രീകരണത്തെയാണ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വ്യാജ വാർത്തകൾ കൊണ്ട്, വ്യാജ പ്രചരണങ്ങൾ കൊണ്ടെല്ലാം അതിനാണ് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് മാത്രമല്ല, നിങ്ങളിൽ ചിലർക്ക് ചില വ്യക്തി താല്പര്യങ്ങൾ കൂടിയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പലരുമായി ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ RSSന്റെയും UDFന്റെയും ഏജന്റ് പണിയെടുക്കുന്നവരുണ്ട്. നിങ്ങൾ എന്ത് പണിയെടുത്തോ അതിന് ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. ഈ സമൂഹത്തെ ബാധിക്കുന്ന, ഈ നാടിനെ ബാധിക്കുന്ന നുണപ്രചരണവുമായി ഇനി മേലിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കണം. ആ വസ്തുതകൾ പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വാർത്ത കൊടുക്കാൻ. അല്ലാത്ത പക്ഷം അല്പം പ്രയാസം ഉണ്ടാവും. അതൊന്നുകൂടി ഉറപ്പിച്ചു പറയാം. എല്ലാ നുണയും അങ്ങനെ കേട്ട് രസിച്ച് അങ്ങ് തമാശയാക്കി ഒഴിവാക്കി കളയാൻ ഇനി കേരളത്തിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്നെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തെറ്റാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ തെറ്റാണ് ചെയ്തത്. ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഞങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പത്രത്തിൽ കൊടുത്തതൊക്കെ, നിങ്ങളുടെ ചാനലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്, യൂട്യൂബിൽ ഇട്ടത് എല്ലാം പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇപ്പോഴും ആ വാർത്തകൾ ഉയർത്തിക്കാണിച്ച്, ആ വാർത്തകൾ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് ഈ നാട്ടിലെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ ആകെ ഇല്ലാതെയാക്കാൻ, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ തകർക്കാൻ ആ വാർത്തകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ വാർത്തകൾ ഡിലീറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്